റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കാനും അവക്ക് കൃത്യമായി ഉത്തരം എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമാണ്. നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോകളും പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്ന് ഉറപ്പു തരുന്നു. ചോദ്യപേപ്പർ വിശകലനങ്ങളും റിവിഷൻ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് പഠനത്തിന് ഉപയോഗപ്പെടുത്താം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ. നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കാനും മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ശരി അടയാളപ്പെടുത്താനാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഈജിപ്തിലെ ഗവർണർ ഇവിടെ ബ്രാക്കറ്റിൽ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടുണ്ട്. ആരാണിതിൽ? ഈജിപ്തിലെ ഗവർണർ അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു അല്ലേ. പിന്നെ ഉമറുല്ലാഹു നൈൽ നദിക്ക് കത്തെഴുതിയ ആ ഭാഗത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈജിപ്തിലെ ഗവർണർ ആരാന്ന്. 2, അൽ ഖുലഫാ ഉർ റാഷിദൂൻ. ഖുലഫാ ഉർ റാഷിദൂൻ എന്ന് പറഞ്ഞാൽ 25 ആൾക്കാരുണ്ടോ? 25 സ്വഹാബികളാണോ? 10 ആണോ? 4 ആണോ? 4 സ്വഹാബികൾ, 4 ആൾക്കാരാണല്ലേ ഖുലഫാ ഉർ റാഷിദൂൻ. അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും ഇവരാണല്ലോ, ഒക്കെ നമുക്കറിയാം. മൂന്നാമത്തത്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പ് പ്രവചിച്ച കാര്യം അത് പിന്നീട് അങ്ങനെ സംഭവിക്കുക ചെയ്തു. അതാരായിരുന്നു? മുആദ് റളിയല്ലാഹു അൻഹു ആയിരുന്നോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നോ? ത്വൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നോ? അതറിയാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു അല്ലേ. ഇനി 4മത്തത് എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്, നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാ? കഅബയാണോ? ഇസ്രാ മിഅ്റാജാണോ? ഖുർആനാണോ? അത് ഖുർആനാണ്. നമ്മുടെ നബി തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനാണ് അല്ലേ. 5മത്തത്, നൈൽ നദിക്ക് കത്തെഴുതി. ആരാണ് നൈൽ നദിക്ക് കത്തെഴുതിയത്? ഉസ്മാൻ റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, അലി റളിയല്ലാഹു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നാമത്തേൻ്റെ കൂടെ പറഞ്ഞിരുന്നു അല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു ആണ് നൈൽ നദിക്ക് കത്തെഴുതിയത്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസിൻ്റെ എങ്ങനെ ചോയ്സുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ 1-2 ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ 2 ശരിയിടരുത്. ഏതെങ്കിലും ഒന്ന് മനസ്സിലാക്കിങ്ങാണ്ട് ഉറപ്പിച്ചിട്ട് 1 ശരിയിടുക. 2 ശരിയിട്ടാൽ ചിലപ്പോൾ ആൻസർ മാർക്ക് കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഇനി അടുത്തൊരു 2മത്തെ ആക്ടിവിറ്റി ഇവിടെ യോജിച്ചവ എടുത്തെഴുതുക എന്നുള്ളതാണ്. യോജിച്ചവ എടുത്തെഴുതുക. താഴെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ കൃത്യമായി വായിക്കണം, ആൻസറുകൾ വായിക്കണം. എന്നിട്ടൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആൻസറുകൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ചോദ്യം കാണുമ്പോൾ ചിലപ്പം ഒരു ഉത്തരം അങ്ങോട്ട് യോജിക്കുന്നത് നമ്മളെടുത്ത് എഴുതിയാൽ അതിനേക്കാൾ യോജിക്കുന്ന മറ്റൊരു ഉത്തരം ചിലപ്പോൾ അപ്പുറത്തുണ്ടാവും. അപ്പോൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ആകെ വെട്ടിത്തിരുത്തി പിന്നെ അത് ആകെ പരീക്ഷ പേപ്പറൊക്കെ ആകെ ബോറാവാനൊക്കെ ചാൻസ് ഉണ്ട്. വൃത്തികേടാവുമ്പോൾ അതൊക്കെ ഒരു പരീക്ഷൻ്റെ ഒരു അച്ചടക്കത്തിന് എതിരാണല്ലോ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് കൃത്യമായി വായിക്കുക. ആൻസറുകളൊക്കെ എല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ ഏതൊക്കെ ആൻസറുള്ളത്? ഈസ അലൈഹിസ്സലാം, കറാമത്ത്, ഷിർക്ക്, അള്ളാഹു, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ നോക്കുക. 1മത്തെ ചോദ്യം, എല്ലാ കഴിവുകളുടെയും ഉടമ ആരാണത്? അത് അള്ളാഹു ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതൊന്നും ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അള്ളാഹു അറിയുന്നതൊക്കെ ആദ്യം തന്നെ എഴുതുക. പിന്നെ ഡൗട്ട് വരികയാണെങ്കിൽ പിന്നീട് ആലോചിച്ചാൽ മതി. 2മത്തത്, മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് പറയുന്ന ഒരു മുഅ്ജിസത്താണതില്ലേ. അത് ഏത് പ്രവാചകൻ്റെ മുഅ്ജിസത്താണ്? ഈസ അലൈഹിസ്സലാമിൻ്റെയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈസ അലൈഹിസ്സലാം എന്നെഴുതാം. ഈസ അലൈഹിസ്സലാം. പിന്നെ 3മത്തത്, അതിഗുരുതരമായ അതിക്രമം. എന്താണ് അതിഗുരുതരമായ അതിക്രമമാണ്? ഷിർക്ക് എന്നല്ല നമ്മൾ പഠിച്ചത്. അപ്പോൾ അതാണ് 3മത്തെ ഉത്തരം. അതിഗുരുതരമായ അതിക്രമം ഷിർക്ക്. പിന്നെ 4മത്തെ എന്താ? ഔലിയാക്കൾ.
ഔലിയാക്കൾ, അതിനോട് ഏറ്റവും യോജിക്കുന്നത് ഏതാ? ഔലിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അംബിയാ മുർസലുകളിൽ നിന്ന് മുഅ്ജിസത്ത് സംഭവിക്കും, ഔലിയാക്കളിൽ നിന്ന് കറാമത്ത് സംഭവിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറാമത്താണ് അതിനോട് കൂടുതൽ യോജിക്കുന്ന ആൻസർ. അപ്പോൾ കറാമത്ത് എന്ന് എഴുതാം. ഔലിയാക്കൾ, കറാമത്ത്, അതാണല്ലോ കൂടുതൽ യോജിക്കുക. പിന്നെ തീക്കുണ്ടാരം എന്നുള്ളതാണ് 5. തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട ഒരു പ്രവാചകനെ കുറിച്ച് പഠിച്ചു. അതിൽ നിന്ന് പിന്നെ അദ്ദേഹം രക്ഷപ്പെട്ടു വന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏത് നബിയാണത്? അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അപ്പോൾ അവിടെ അങ്ങനെ എഴുതാം. തീക്കുണ്ടാരം അതിനോട് യോജിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇനി മൂന്നാമതായിട്ട് ഉത്തരം എഴുതുക. ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഉത്തരം എഴുതി കൊടുക്കാനാണ്. ഒന്നാമത്തത്, കറാമത്ത് എന്നാൽ എന്ത്? എന്താണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ? മുഅ്ജിസത്ത് എന്നാൽ എന്ത്? കറാമത്ത് എന്നാൽ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറാമത്ത് എന്നാൽ എന്താ? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത്തുകൾ. അപ്പോൾ ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾ എന്നോ അല്ലെങ്കിൽ അസാധാരണ സംഭവങ്ങളാണ് എന്നൊക്കെ എഴുതാം. രണ്ടാമത്തത്, ഇബാദത്ത് എന്നാൽ എന്ത്? ഇബാദത്ത് എന്നാൽ എന്താണ്? അതിൻ്റെ ആൻസർ, അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ്, അതാണ് ഇബാദത്ത്. ഇനി മൂന്നാമത്തത്, ആരാണ് അംബിയാ മുർസലുകൾ? അംബിയാ മുർസലുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയാ മുർസലുകൾ. എന്താണ്? അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയാ മുർസലുകൾ. ഇനി നാലാമതെന്താ? ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്തെല്ലാം? ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഏതൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഏതൊക്കെയാണ് അത്? 4 പ്രമാണങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് ഖുർആനാണ്, ഖുർആന്. മറ്റൊന്ന് സുന്നത്ത്, അല്ലേ? ഹദീസ് എന്ന് ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഖുർആന്, സുന്നത്ത്. പിന്നെ ഇജ്മാ ആണ് മൂന്നാമത്തത്. ഇജ്മാ, അല്ലേ? ഇജ്മാ. നാലാമത്തത് ഖിയാസ്. അപ്പോൾ ഈ 4 എണ്ണമാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ: ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഇനി അഞ്ചാമതായിട്ടുള്ള ചോദ്യം എന്താ? തൗഹീദ് എന്നാൽ എന്ത്? തൗഹീദ് നമ്മൾ രണ്ടാമത്തെ പാഠത്തിലൊക്കെ പഠിച്ചല്ലോ. തൗഹീദും ശിർക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ഈ വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത്, അല്ലേ? അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ഈ വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ടിവിറ്റിയിൽ നോക്കൂ, ഇവിടെ കറാമത്ത് എന്നാൽ എന്ത്? അതേപോലെ ഇബാദത്ത് എന്നാൽ എന്ത്? പിന്നെ ആരാണ് മുർസലുകൾ? അംബിയാ മുർസലുകൾ ആരാണ്? തൗഹീദ് എന്നാൽ എന്ത്? ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇതൊക്കെ ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാ വിഷയങ്ങളിലുള്ള ഡെഫിനിഷൻസ് മാത്രമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വീഡിയോ ചെയ്തിട്ടുണ്ട്. ചാനലിൽ പോയാൽ നിങ്ങൾക്കതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും, പഠിക്കാനൊക്കെ ഉപയോഗപ്പെടുത്താം. ഇനി അടുത്തത് വ്യക്തമാക്കുക എന്നുള്ളതാണ്. വ്യക്തമാക്കുക 5 കാര്യങ്ങൾ. അത് 5ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. ഷിർക്ക് എന്നാൽ എന്ത്? മുഅ്ജിസത്ത് എന്നാൽ എന്ത്? അല്ലേ? ഇജ്മാ എന്നാൽ എന്ത്? റിദ്ദത്ത് എന്നാൽ എന്ത്? ഗൈബ് എന്നാൽ എന്ത്? ഇതൊക്കെ വ്യക്തമാക്കി കൊടുക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ നിർവചനങ്ങളും പഠിച്ചു വെച്ചാൽ തന്നെ ഒരുവിധം കുറേ, ഇപ്പോൾ ഇത് നോക്കൂ, ഈ 5 എണ്ണം പഠിച്ചാൽ തന്നെ 25 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നിർവചനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഒന്നാമത്തത് ഷിർക്ക് എന്നാൽ എന്ത് എന്നാണ്. എന്താണ് ഷിർക്ക് എന്നാൽ? അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം. ഇതിനാണ് ഷിർക്ക് എന്ന് പറയുന്നത്, അല്ലേ? അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം, അല്ലെങ്കിൽ അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസത്തിനാണ് എന്നൊക്കെ എഴുതാം. 2 മുഅ്ജിസത്ത് എന്നാൽ എന്ത്? മുഅ്ജിസത്ത് എന്നാൽ എന്താണ്? പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. അപ്പോൾ അതങ്ങനെ എഴുതാം. എന്താണ്? പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകുന്ന അസാധാരണ സംഭവങ്ങൾ. പിന്നെ മൂന്നാമത്തത് ഇജ്മാ. ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസൊക്കെ പഠിച്ചില്ല. അതിൽ ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം. ഇതാണ് ഇജ്മാ.
എന്താണ് ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം. ഇതാണ് ഇജ്മാ. അപ്പോൾ ഇനി അടുത്തത് നോക്കുക, റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കൽ. ഇതാണ് റിദ്ദത്ത്. എന്താണ്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം. അപ്പോൾ അതൊരു പോർഷൻ. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ അത് അടുത്തതാക്കുക. പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കൽ. ഇങ്ങനെ ഓരോ പോയിൻ്റാക്കി പഠിച്ചാൽ മതി. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കൽ. ഇതാണ് റിദ്ദത്ത്. ഇനി ഗൈബ് എന്നാൽ എന്താണ്? ഗൈബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അദൃശ്യജ്ഞാനം എന്നൊന്നും എഴുതിക്കരുത്. അത് അർത്ഥമല്ല ചോദിച്ചിട്ടുള്ളത്, വ്യക്തമാക്കാനാണല്ലോ ചോദ്യം. അപ്പോൾ എന്താണ്? സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്ത കാര്യങ്ങൾ. അതാണെന്ത്? ഗൈബ്. സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്ത കാര്യങ്ങൾ. ഇനിയിപ്പോൾ സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് എന്നൊക്കെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പുസ്തകത്തിലൊക്കെ അങ്ങനെയാണ്. അതേപോലെ എഴുതി വച്ചാലും പ്രശ്നമൊന്നുമില്ല. ആൻസർ കൃത്യമാണ്. ഇനി അടുത്തത് സാരം എഴുതുക എന്നാണ്. സാരം എഴുതുക എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതി കൊടുക്കാനാണ്. 2 എണ്ണമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അല്ലേ? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ്? എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. രണ്ടാമത്തത് അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. അങ്ങനെയുള്ള നമ്മൾ പഠിച്ചത്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ എന്താണ് അതിൻ്റെ സാരം? ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. അങ്ങനെ എഴുതാം. ഇനി അടുത്തത് 6ാമത്തത് പൂരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒന്ന് വക്കുല്ലും ഫീ ഫലക്കിൻ ഡാഷ് എന്നാണ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ തന്നെ പഠിച്ചതാണ് അല്ലേ? യാസീനുള്ള ആയത്താണത്. വക്കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ എന്നാണ്. അപ്പോൾ യസ്ബഹൂൻ എന്നവിടെ ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തത് എന്താണ്? ഇന്ന ശൈത്വാന ഡാഷ് മുബീൻ. വക്കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ. അപ്പോൾ ഇങ്ങനെ പൂരിപ്പിക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് പൂരിപ്പിക്കാൻ വരുന്നതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഇത് ഇവിടെ വന്നല്ലോ, വക്കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ. ഇത് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചിലപ്പോൾ അർത്ഥം എഴുതാനായിരിക്കാം. അപ്പോൾ പൂരിപ്പിക്കാൻ തന്നെ വന്നോളം നിർബന്ധമൊന്നുമില്ല. അതേപോലെ തന്നെയാണ് അടുത്തത്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി ഡാഷ് മുബീൻ എന്നാണ്. അതെന്താ നമ്മൾ പഠിച്ചത്? ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവും മുബീൻ എന്നാണ് പഠിച്ചത്. അപ്പോൾ അദുവിൻ എന്നവിടെ ചേർത്ത് കൊടുത്താൽ ആൻസറായി. എന്താണ് അർത്ഥം? തീർച്ചയായും പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. അപ്പോൾ അർത്ഥം കൂടി ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി വെക്കുക എന്നർത്ഥം. ഇനി അടുത്തതായിട്ട് 7ാമത്തത് എണ്ണം എഴുതുക എന്നാണ്. 3 ചോദ്യമാണുള്ളത്. അതിൽ ഒന്നാമത്തത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഇവിടെ 6, 4, 10 എന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഏതൊക്കെ എന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് നമ്മൾ എഴുതി. അപ്പോൾ അത് സിമ്പിളാണ്. 4 ആണല്ലേ. അപ്പോൾ 4 എന്നിവിടെ എഴുതിയാൽ മതി. 4 ശരിയിടാനല്ല പറഞ്ഞിട്ടുള്ളത്, എഴുതാനാണ്. അപ്പോൾ ആൻസറോടെ ചോയ്സ് കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. എങ്കിലും അത് നോക്കി എഴുതാണ് വേണ്ടത്. രണ്ടാമത്തത് സൂറത്തു മക്കിയ. മക്കിയും മദനിയൊക്കെ ഉണ്ട് അല്ലേ? അതിലെ മക്കിയ എത്രയാണ്? 114 ആണോ 313 ആണോ 86 ആണോ? മക്കിയായ സൂറത്ത് 86 ആണ്. 86ഉം മദനിയ 28ഉം അങ്ങനെ 114 അല്ലേ? ഇതാ മൂന്നാമത്തെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സൂറത്തു മദനിയ അത് 82, 68, 28 അപ്പോൾ ഇതിങ്ങനെ എഴുതുമ്പോൾ എഴുതുമ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ കാണാതൊക്കെ എഴുതുമ്പോൾ സ്ഥാനം മാറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ഇപ്പോൾ 28 എന്നുള്ളത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയാൽ അത് 82 മാറും അറബിയിൽ. അപ്പോൾ അത് നല്ലോണം സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ സൂറത്ത് മക്കിയ 86, സൂറത്ത് മദനിയ 28.
ഇനി അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാമെന്ന് പറഞ്ഞിട്ടൊരു ആക്ടിവിറ്റി ഉണ്ട്. അതിലൊന്നാമത്തത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇസ്ലാം എന്ന് എഴുതാം. രണ്ടാമത്തത് തൗഹീദിൻ്റെ സൂറത്ത് ഏതാണ്? അൽ ഇഖ്ലാസ് അല്ലെങ്കിൽ ഇഖ്ലാസ് എന്നൊക്കെ എഴുതാം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആൻസറുകൾ ഒറ്റ വാക്കിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇഖ്ലാസ് എന്നാണല്ലോ പേര്. ഒരു പിടുത്തം കിട്ടണില്ല എന്നുണ്ടെങ്കിലേ ഞാൻ ആ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തത് എത്ര വർഷം കൊണ്ടാണ് ഖുർആനിൻ്റെ അവതരണം? 23 വർഷം കൊണ്ടാണ് അല്ലേ ഖുർആൻ അവതരണം പൂർത്തിയായത്. 23 വർഷം കൊണ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ 23 ഇങ്ങനെ ഇടരുത്, അപ്പോൾ 63 തെറ്റാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ ഇടരുത്, ഇങ്ങനെ കാണാം ചില കുട്ടികൾ. ആദ്യം 3 പിന്നെ 2 ഇടുന്നു, അപ്പോൾ 32. അപ്പോഴൊക്കെ ഇതൊക്കെ മാർക്ക് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ടാക്കുന്ന അക്കങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അതൊക്കെ കൃത്യമാക്കിയിട്ട് വേണം എഴുതാൻ. ഇനി അക്കങ്ങളിലൊരു ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അക്ഷരത്തിൽ എഴുതിയാൽ മതി. ഇപ്പോൾ ഉദാഹരണം ഇവിടെ ഡൗട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ 23 എന്ന് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അക്കങ്ങൾ കൃത്യമായി ഉറപ്പിച്ചിട്ട് മാത്രം എഴുതുക. നാലാമത്തത് മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നത് ആരാണ്? മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നത് പിശാചാണ്. പിശാച് മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അഞ്ചാമത്തത് പ്രതിഫലം നൽകപ്പെടുന്ന ലോകം. പ്രതിഫലം നൽകപ്പെടുന്ന ലോകം ഏതാണ്? അത് പരലോകമാണ് അല്ലേ. പ്രതിഫലം നൽകപ്പെടുന്ന ലോകം പരലോകം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് റാസി വിഷൻസ്. ഇതിനോടകം തന്നെ 1000ഓളം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ ഉന്നത വിജയത്തിന് മുതൽക്കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.